എല്ലാവരോടും വളരെ നന്ദി. ഞങ്ങളെ കേസ് ഇത്രയും നല്ല ഞങ്ങളുടെ മോൾ പോയതിന് പകരം ഒന്നും ആവില്ല. എന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ സഹകരിച്ച എല്ലാ സാറന്മാരോടും അമ്മമാരോടും ഞങ്ങൾക്ക് വളരെ കടപ്പാട്. ഞങ്ങളുടെ ഫ്രണ്ടിൽ ഞാനും ഉമ്മയും മൂത്ത മോളന്ന് കല്യാണത്തിലുണ്ട് അവരൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഓടിക്കൊണ്ട് വന്നൊരു ബാഗായിട്ട് ഒക്കെ ആശയമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പ്രസവിച്ചതിന് പെണ്ണുങ്ങൾ ഫ്രണ്ടിൽ ഇരിക്കില്ല, റൂമിലിരുന്നായിരുന്നു. അപ്പം നിന്റെ ബാഗ് അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ബാഗിൽ ഇങ്ങനെ എൻ്റെ മോളെ കൊല്ലാനായതും കൊണ്ട് വരുന്ന അറിയില്ല. മുറിവേട്ട് പോയിട്ട് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഹാഷിദ എന്നൊരു പെൺകുട്ടി ഖുർആൻ അധ്യാപികയായിരുന്നു. പ്രസവം കഴിഞ്ഞ് 18 ദിവസം മാത്രം ശേഷിച്ചിരിക്കെ ഒരു ദിവസം കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്ന ഭർത്താവ് അതിക്രൂരമായിട്ട് ഹാഷിദയെ കൊലപ്പെടുത്തി. ഇതാ കഴിഞ്ഞ ദിവസം ആ ഒരു ക്രൂരത ചെയ്ത ഭർത്താവിന് മുഹമ്മദ് ആസിഫ് എന്ന പേരുള്ള ആൾക്ക് അള്ളാഹു നൽകിയൊരു ശിക്ഷ കോടതിയുടെ രൂപത്തിൽ ജീവപര്യന്തം തടവ് ശിക്ഷ. ആ ഹഷിത അനുഭവിച്ചൊരു വേദനയ്ക്ക് അതൊരു പരിഹാരമല്ല. ഹഷിതയുടെ ജീവിതം കേൾക്കുമ്പോഴാണ് എന്തൊരു വലിയ ക്രൂരതയാണ് ഈ ആസിഫ് എന്നുള്ള ഭർത്താവ് ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. ഒരു 2 വർഷം മുൻപ് ഒരു ഓഗസ്റ്റിലാണ് ഈ സംഭവം നടന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് നമ്മുടെ മുൻപ് ആ സംഭവം നടന്ന ഉടനെ വീഡിയോ ചെയ്തത് ഓർമ്മ വരുന്നുണ്ടാവും. അയാൾക്കിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇരിങ്ങാലക്കുട കോടതി ഒരു വർഷം ജീവപര്യന്തം തടവ് ശിക്ഷയും ഒരു 1.25 ലക്ഷം രൂപ പിഴയൊക്കെ വിധിച്ചത്. അത് ഇത്രയും അധികം ക്രൂരത ചെയ്യാൻ ഇടയാക്കിയത് സംശയരോഗമാണത്രേ. ഈ കുഞ്ഞിന് അന്ന് പ്രസവം കഴിഞ്ഞിട്ട് 18 ദിവസം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഭർത്താവ് മുഹമ്മദ് ആസിഫ് വീട്ടുകാരുമായിട്ട് ഇവരെ കാണാൻ വന്നു. കയ്യിലൊരു ബാഗുണ്ട്. ആ ഒരു ബാഗിൽ എല്ലാവരും കരുതിയത് ഇതെന്തോ ഭാര്യയ്ക്ക് കൊടുക്കാൻ പോകുന്ന സമ്മാനമാണ്, കുഞ്ഞിന് കൊടുക്കാൻ പോകുന്ന സമ്മാനമാണ്. കാരണം ഇവർക്ക് അപ്പോൾ 2 വയസ്സൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ 18 ദിവസം മാത്രമേ രണ്ടാമത്തെ കുട്ടി പ്രസവിച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ളൂ. 2 ആൺകുട്ടികളാണ്. ഇന്നിപ്പോൾ ആ മൂത്ത കുട്ടിക്ക് 4 വയസ്സായി, ഇപ്പോൾ ഈ കുട്ടിക്ക് 2 വയസ്സായി. അങ്ങനെ കുഞ്ഞിനെ കാണാൻ വേണ്ടി റൂമിൽ വന്നു. വാതിലൊന്നും അടക്കാതെ കുറച്ചു നേരം സംസാരിച്ചു. സംസാരിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും കുഞ്ഞ് പെട്ടെന്ന് മൂത്രം ഒഴിച്ചപ്പോൾ ഇത് ഈ കുഞ്ഞിനെ നോക്കുന്ന ആൾ കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തു കൊണ്ടുപോയി, റൂമിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കൊണ്ടുപോയി. ആ സമയത്താണ് ബാഗിൽ കരുതിയിരുന്ന വാൾ ഉപയോഗിച്ചിട്ട് അതിക്രൂരമായിട്ട് ഈ പാവം പെണ്ണിനെ കൊലപ്പെടുത്തിയത്. ആ ഒരു കൊലപ്പെടുത്തുന്ന ഒരു രീതിയിൽ ആ വീട്ടുകാർക്കായിട്ട് അയാൾ അവിടുന്ന് അടുക്കള വഴി ഇറങ്ങി ഓടി 8 കിലോമീറ്ററുകളോളം അയാൾ കടപ്പുറത്ത് കൂടെ ഓടിയിട്ട് വാളെവിടെയോ കുഴിച്ചിട്ട് ഒരു വീട്ടിൻ്റെ മുൻഭാരത്ത് ഒരു ബൈക്കുമ്പോൾ ചാവിച്ചിരിക്കുന്നുണ്ട്. അതെടുത്ത് കയറി അങ്കമാലിക്ക് വിട്ടു, അവിടുന്ന് മൂന്നാറിക്ക് വിട്ടു. പിന്നെ കുറേ സ്റ്റേറ്റുകൾ ഇങ്ങനെ കറങ്ങി, ഒരു മാസത്തോളം കറങ്ങി. അജ്മീറിൽ പോയി, നാഗൂരിൽ പോയി, ഏർവാടി പോയി. ഒടുവിൽ എൻ്റെ നാടിനടുത്ത് ചങ്ങരംകുളത്തുള്ള കോലിക്കരയിൽ വന്ന് അവിടെ നാട്ടുകാർ പിടിച്ചിട്ടാണ് ഇയാൾ പോലീസിലായത്. 1 മാസം കഴിഞ്ഞാണ് ഇയാൾ പോലീസിൻ്റെ പിടിയിലായത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അയാൾക്കുള്ള ശിക്ഷ അള്ളാഹു നൽകിയ ശിക്ഷ, ഇനി ഈ ദുനിയാവിൽ നിന്ന് കിട്ടുന്നൊരു ശിക്ഷ. ആ പാവം ആ ഒരു സ്ത്രീയുടെ ഹഷിത എന്നു പേരുള്ള ആ പെൺകുട്ടിയുടെ ജീവിതാനുഭവം കേൾക്കുമ്പോഴാണ് ആ ഒരു കല്യാണത്തിലേക്ക് എത്തിയൊരു കഥ ആ ഉമ്മ തന്നെ പറയും. ഇവിടെ കിഴക്കേല കുട്ടീനെ കല്യാണം ബ്രോക്കർ വന്ന് അന്വേഷിച്ചിങ്ങനെ ദീനി ആ ഒരു കുട്ടീനെ വേണം അങ്ങനെ കറാൻ്റെ നിങ്ങൾ വന്ന് കണ്ടോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് പറഞ്ഞ എൻ്റെ പിറ്റേ ദിവസം തന്നെ അവർ വന്ന് കണ്ടപ്പോൾ തന്നെ ചെക്കൻക്ക് ഇഷ്ടമായി. മോളും ഇതേപോലെ നല്ല പഠിച്ച കുട്ടീനെ ദീനിയായല്ല ഞങ്ങൾ അറിവ് പഠിച്ചിട്ട്. അപ്പോൾ അവൾക്കും ചെക്കന്മാർ വരണമൊന്നും പറ്റേയില്ല, ഒന്നും പറ്റൂല എന്നിട്ട് ഇപ്പം വന്ന് പറഞ്ഞപ്പോൾ അവനക്ക് നല്ല ഇഷ്ടമായി. രണ്ടാളും എന്നതായി. പിന്നെ ഇവർ വന്ന് നിശ്ചയത്തിന് പിന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ നിശ്ചയമായി. അപ്പോൾ കല്യാണം 4 മാസമാണ് കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ കല്യാണം നിശ്ചയിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന് ഇടയ്ക്കിടയ്ക്ക് വരവായി. ഞാൻ പറയും മോളെ ഇങ്ങനെ നമ്മളിതിലിങ്ങനെ ഞങ്ങളിതിൽ പാടില്ല ചെക്കന്മാർ വരല്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ പറയും മോളെ ഇതിങ്ങനെ എന്താ ഇവിടെ ഇങ്ങനെ വരണേ, നമ്മളിതിലിങ്ങനെ വരാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇക്കാക്ക് തന്നെ ഇഷ്ടമായിട്ട് കല്യാണം കഴിഞ്ഞാൽ ശരിയാവുന്നതാണ്. പിന്നെ ഇതേപോലെ ഒരു ദിവസം ഉണ്ട് അവർ വിളിച്ച് ഒരു പള്ളിയിലേക്ക് പോകാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പോകാൻ പഴയ ഏത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഇങ്ങനെ കൊണ്ടുപോകാൻ നിർത്തുന്നത് എത്താക്കി. പിന്നെ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ ഒക്കെ ഞാൻ പറയും ഇത് എന്തായാലും വേണ്ട എന്നൊക്കെ മോളെ ഇത് വേണ്ട, മോൾക്ക് കല്യാണം വേറെ വരും. അപ്പോൾ അവർ ഉമ്മയും ഉപ്പയൊക്കെ പറയും, പെങ്ങന്മാരും പറയും അത് കല്യാണം കഴിഞ്ഞൊക്കെ ശരിയാവും. അത് അവനക്ക് ആശി വേറെ കല്യാണം കഴിഞ്ഞ് പോണ സംശയത്തിന് ഞങ്ങൾ അങ്ങനെ സംശയം മരിക്കുന്ന ജീവിതത്തിലൊന്നും ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞ് എല്ലാം റെഡിയാവും, ഒക്കെ ക്ലിയർ ആവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോളും സമ്മതിക്കാണ്ട് കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് 1 മാസം 2 ആഴ്ച കഴിയുമ്പോഴേക്കും തുടങ്ങി അവൻ്റെ ഒരേ ഇത് സംശയം എന്ന് വെച്ചാൽ അവൻ റൂമിലിട്ട് പൂട്ടുക. ഞങ്ങൾക്കാർക്കും അവരുടെ അവരെ മോളെ പുറത്തേക്ക് വിടൂല.
അവൻ്റെ ഇതിൽ അവൻ പുറത്ത് ബാത്റൂമിൽ പോകുമ്പോൾ അവനൊപ്പം വരണം, പുറത്ത് വന്നിരിക്കും ബാത്റൂമിൽ. അപ്പം അതിങ്ങനെ ഒക്കെ ആയിട്ടും അപ്പോഴും എൻ്റെ മോളോട് ഞാൻ പറയും ശരിയാവും. അപ്പോഴും ഇവന് മോളെ വിടാൻ പറ്റൂല, നമ്മളായിട്ട് എടുപ്പിക്കുകയില്ല. അവൻ വരുമ്പോൾ ഇവിടെ 2 ദിവസം 3 ദിവസം നിൽക്കോടെ നിർത്തൂല, അവനൊറ്റക്കില്ല, മോളൊറ്റക്ക് നിർത്തൂല. അവൻ്റെ ഉമ്മ കുഞ്ഞുപ്പാടെ പെണ്ണ് വല്യമ്മ ഇങ്ങനെ അവനും 5 ആള് കൂടി വന്നുള്ളൂ. കല്യാണം വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വന്നത്. മോള് റൂമിലുണ്ടായിരുന്നു, മോളും കിടാവും റൂമിലുണ്ടായിരുന്നു. പിന്നെ കല്യാണം വിളിച്ച് പോണല്ലേ, ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അവന് ഇപ്പൊ 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിർത്തിയിട്ടില്ല. ഞങ്ങളുടെ ഫ്രണ്ടിൽ ഞാനും ഉമ്മയും മൂത്ത മോളന്ന് കല്യാണത്തിലുണ്ട്, അവരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓടിങ്ങോട്ട് വന്നിട്ട് ബാഗായിട്ട് ഒക്കെ ആശയമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പ്രസവത്തിന് പെണ്ണുങ്ങൾ ഫ്രണ്ടിൽ ഇരിക്കില്ല, റൂമിലിരുന്നായിരുന്നു. അപ്പം നിന്റെ ബാഗ് അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ബാഗിൽ ഇങ്ങനെ എൻ്റെ മോളെ കൊല്ലാനായത് കൊണ്ട് വരുന്ന അറിയില്ല. മുറിവിട്ട് പോയിട്ട് അപ്പൊക്കെ റൂം തുറന്നിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ചെന്ന് നോക്കുമ്പോൾ ഒക്കെ റൂം ഇവർക്ക് ഞാൻ ചായപ്പം എനിക്ക് വെള്ളം കൊണ്ടെടുത്തപ്പോൾ അവന് നോമ്പിടുന്നായിരുന്നു. വന്നവർ അവർ കുറേ കഴിഞ്ഞ് വന്നവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നത് വയസ്സായവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് ചായ കൊടുത്ത് അപ്പോൾ വിളിച്ചപ്പോൾ അവൻ്റെ ഉമ്മ പറഞ്ഞു അവനക്ക് നോമ്പിടും. വെള്ളം കൊണ്ടെടുത്തപ്പോൾ അവൻ പറഞ്ഞു അവനക്ക് നോമ്പിടും. ഇപ്പം എന്തോ നോമ്പെന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അതെന്താ നോമ്പെടുത്തിരിക്കുന്നറിഞ്ഞു. ചായ കൊടുത്ത് അപ്പോൾ ഇവരിങ്ങനെ വിളിക്കുന്നുണ്ട്, അവർക്ക് പോകാൻ സമയത്ത് അവർ കുഞ്ഞുമാടെ വീട്ടുകാർ മറപ്പെടുത്താൻ അവർക്ക് അങ്ങോട്ട് എത്തണം. അപ്പോൾ ഇവരെ വണ്ടി ഇവിടെ തൃപ്പാറ് വിട്ടുകൊടുത്തിട്ട് വരാനും പോകാനും പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ 5 മിനിറ്റ് ഇതിനുള്ളിട്ട് പണിയായിരിക്കും. ഞങ്ങൾക്ക് അറിയില്ല, എന്റെ മോളിൽ ഇറക്കുമ്പോൾ ഞങ്ങൾ കേട്ടില്ല. 5 മിനിറ്റില് എന്താ സംഭവിച്ചെന്നുള്ളതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ ചെല്ലുമ്പോ വാളേറ്റ് നിൽക്കണാണ്. അള്ളൻ്റെ ഉമ്മോന്ന് ഒച്ച വിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ വാല് തല്ലി പൊളിക്കുന്നത്. അപ്പോൾ വാളിങ്ങനെ കൈ പിടിച്ചിട്ട് മോള് വീണെടുക്കണ്. രക്തത്തിൽ മുങ്ങിക്കെടുക്കണ്. വാളെന്നുകൊണ്ട് എന്നെ വെട്ടി. എനിക്ക് 2 മുറിവുകളുണ്ടായിരുന്നു ഇവിടെ സൈഡിലേക്ക്. അള്ളാഹു ഒരു പെൺകുട്ടിക്കും ഇതുപോലെ അനുഭവം വരാതിരിക്കട്ടെ. മരിച്ചുപോയ പെൺകുട്ടിക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കല്യാണത്തിൻ്റെ കാര്യത്തിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അന്നത്തെ ആ സംഭവത്തെക്കുറിച്ചിട്ട് ബന്ധു പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ചായയൊക്കെ കുടിച്ചു, ഇതൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ ക്ഷണിച്ചു. അങ്ങനെ ഇവൻ്റെ ഭാര്യയുടെ റൂമിൽ കയറി. കുട്ടീനെ അവൻ റൂമിലായിരുന്നു. പിന്നെ ഇവർ പോകാൻ നേരത്ത് അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ അവൻ വാതിലുള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവനോട് വിളിക്കുമ്പോൾ എപ്പോൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവൻ വെയിറ്റ് ചെയ്യണം. ലാസ്റ്റ് ഇവർക്ക് തന്നെ എന്തോ പന്തികേട് തോന്നിയപ്പോഴാണ് ഇവർ വാതിൽ തള്ളി തുറന്നപ്പോൾ പിന്നെ ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. അപ്പോൾ വാപ്പാനെയും പിടിക്കാൻ ചെന്ന വാപ്പാനെയും ആ നേരത്ത് തലക്ക് ഇവൻ അടിച്ചു. പിന്നെ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാന്നുള്ളതിൽ ഇവരെ എടുത്ത് ആംബുലൻസിൽ കൊണ്ടുപോയ സമയത്ത് ഇവൻ ഒരു സൈഡിൽ ഡോർ തുറന്ന് ഇവൻ പടിഞ്ഞാറ് വഴി കടപ്പുറം വഴി ഇവൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആയുധമായിട്ടാണ് ഓടിയത്. അങ്ങനെ പിന്നെ ഏകദേശം ഇരുട്ടായി, ആ സമയം ഇരുട്ടായി. പിന്നെ അവൻ കഴിയുമ്പുറം അപ്പുറത്ത് ഇവൻ അവിടെ ആ ഭാഗത്തെത്തി. രാത്രി അവിടെ എത്തി. പുലർച്ച അവിടുന്ന് ഒരു ബൈക്ക് മോഷണം പോയിട്ടുണ്ടായിരുന്നു. അത് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളോട് അറിഞ്ഞു. പക്ഷെ അത് ആരാണെന്നുള്ളത് മറ്റുള്ളവരും അറിഞ്ഞിരുന്നില്ല. പിന്നെ അത് പിന്നീട് പോലീസ് അന്വേഷിച്ചപ്പോൾ CCTVയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഈ പ്രതി അവിടെ നിന്ന് ഈ ബൈക്ക് മോഷ്ടിച്ച് പുരട്ടി വരെ ആ വണ്ടിമേ പോയിട്ടുണ്ട്. ഇവന് മൊബൈൽ ഉപയോഗിച്ചിരുന്നില്ല. അത് കാരണമാണ് ഇവനെ പിടിക്കാൻ നമുക്ക് അത്രയും സമയം വേണ്ടി വന്നത്. ഇവൻ ആരെയും കോണ്ടാക്ട് ചെയ്തിരുന്നില്ല. ഇവന് ഓരോ സ്റ്റേറ്റ് വിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതെന്നാണ്. അജ്മീറിൽ, ഡൽഹിയിൽ, അതുപോലെ കാശ്മീർ വരെ എത്തി എന്നുള്ളതാണ് നമ്മളറിവ്. പിന്നെ അവസാനം ഇവൻ തിരിച്ചിപ്പോൾ തൃശ്ശൂർ വന്നിറങ്ങി. തൃശ്ശൂരിൽ നിന്ന് ഇവൻ എടപ്പാൾ ബസ്സിൽ കയറി. അതുപോലെ ഇവനെ ഈ ബന്ധുവിൻ്റെ കല്യാണ വീടിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഇവനെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അന്ന് കല്യാണം ക്ഷണിക്കാൻ വന്ന ആ വീട്ടിലെ കല്യാണം ഇതിൻ്റെ അടുത്ത ദിവസങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് അവനെ പിടിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ അന്ന് വന്ന ബാഗിൽ മാരകായുധങ്ങൾ കുറേ ഉണ്ടായിരുന്നു. ഇടിക്കട്ടുണ്ടായിരുന്നു, വേറെ മറ്റുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിവാഹബന്ധം എന്നുള്ളത് ഒന്ന് നോക്കുകയാണെങ്കിൽ ഭാഗ്യമാണ്. നമ്മൾ നോക്കേണ്ടത് മാനസിക പൊരുത്ത, സാമ്പത്തികമായുള്ള എന്തോ ആവട്ടെ. നമ്മളെ കൊണ്ട് പല കുടുംബങ്ങളും കാണാൻ അങ്ങനെ കല്യാണത്തിന് വലിയ വാശി പിടിക്കുന്ന ആളുകൾ. ഇത്രയും അധികം ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയതാണ്. അതോടൊപ്പം സംശയരോഗം കൂടി ആയതാണ്. ഇയാൾ ആയോധന കലയിലൊക്കെ ഭയങ്കര അഗ്രഗണ്യനായ ഒരാളാണ്.
ഇത്രമാത്രം പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എന്തിൻ്റെ പേരിലാണെങ്കിലും പെണ്ണുങ്ങളെ നിങ്ങളവിടെ നിൽക്കണ്ട, ഇട്ടൊഴിഞ്ഞ് പോയിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. ഇതുപോലെ കൊലക്കത്തിക്കിരയാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത്. നാടിനെ നടുക്കിയ തൃശൂർ തളിക്കുളം ഹാഷിദ കൊലക്കേസിൽ ഭർത്താവിന് ജീവപര്യന്തം ശിക്ഷ. കാട്ടൂർ പണിക്കർമുല സ്വദേശി മുഹമ്മദ് ആസിഫ് അസീസിന് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം കുറ്റക്കാരനെന്ന് കണ്ടെത്തി. അവരോട് വളരെ നന്ദി. ഞങ്ങളെ കേസ് ഇത്രയും നന്ദി. ഞങ്ങളെ മോൾ പോയതിന് പകരൊന്നും ആവില്ല. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ സഹകരിച്ച എല്ലാ സാറന്മാരോടും അമ്മമാരോടും ഞങ്ങൾക്ക് വളരെ കടപ്പാടും നന്ദിയുണ്ട്. വിധി സംരക്ഷണം വെച്ചാൽ നമ്മളെ മോൾ പോയാലും വല്ലാതാവില്ല. എന്നാണ് ഇത്രയും ശിക്ഷ അല്ലെങ്കിലും ഇങ്ങനെ സംഭവപ്പെടുന്നത്. ഏതായാലും ഇത് നമ്മുടെ കുടുംബത്തിൽ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കുമ്പോൾ ഈ ഉമ്മ പറഞ്ഞ വാക്കുകൾ നമുക്കും ഒരു പാഠമായിട്ട് മാറണം. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പദവി. ഞാൻ 2 കാര്യങ്ങൾ പറയാം, ഏതാണ് ശരി ഉത്തരെങ്കിൽ എഴുതുക. 1 ഹൂറിലീങ്ങളെ കാണൽ, 2 അള്ളാഹുവിനെ കാണൽ. ഏതാണ് ശരി ഉത്തരെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.